നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോയാലോ? ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട്, പുരാതന ഇന്ത്യയുടെ ആവേശകരമായ ലോകത്തേക്ക്. അവിടെ സാധാരണ ഇഷ്ടികകൾ കൊണ്ട് അവർ പടുത്തുയർത്തിയത് അത്ഭുത നഗരങ്ങളാണ്. മഹത്തായ ആശയങ്ങൾ വലിയ സാമ്രാജ്യങ്ങൾക്ക് തന്നെ ജന്മം നൽകി. പക്ഷേ ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിനടിയിൽ എല്ലാവരും മറന്നുപോയ ഒരു ലോകത്തെ, ഒരു മുഴുവൻ സംസ്കാരത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. ശരി, അപ്പോൾ ഭാഗം 1, ഇന്ത്യയുടെ ആദ്യ നഗരങ്ങൾ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നഷ്ടപ്പെട്ടുപോയ ഒരു ലോകത്തെ വീണ്ടെടുക്കുന്നതിന്റെ കഥയാണ്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നാണ്. ഒരു കാലത്ത് ഗംഭീരമായി നിലനിന്നിരുന്നു, പിന്നെ എങ്ങനെയോ ദുരൂഹമായി അപ്രത്യക്ഷമായി, ഒടുവിൽ ഒരുപാട് കാലത്തിനു ശേഷം നമ്മൾ വീണ്ടും കണ്ടെത്തിയൊരു സമൂഹം. ഈ പുരാവസ്തു ഗവേഷകരൊക്കെ സംസ്കാരമെന്ന് പറയുമ്പോൾ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതൊരു വെറും വാക്കല്ല. ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരുമിച്ച് കാണുന്ന ചില പ്രത്യേകതകളുള്ള വസ്തുക്കളുടെ ഒരു കൂട്ടമാണത്. ഇപ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാര്യമെടുത്താൽ അതവരുടെ ആ തനതായ മുദ്രകൾ, ഭംഗിയുള്ള മുത്തുകൾ, കൃത്യമായ അളവിലുള്ള തൂക്കക്കട്ടികൾ, പിന്നെ എല്ലായിടത്തും ഒരേപോലെയുള്ള ആ ചുട്ടെടുത്ത ഇഷ്ടികകൾ, ഇതെല്ലാമാണ്. ഇതൊന്ന് നോക്കിക്കേ, മോഹൻജോദാരോ. ഇന്നത്തെ ഒരു മോഡേൺ സിറ്റി പോലെ തോന്നുന്നില്ലേ? എല്ലാം എന്തു കൃത്യമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൊതുകെട്ടിടങ്ങൾക്കു വേണ്ടി ഉയരത്തിലുള്ളൊരു ഭാഗം, സാധാരണക്കാർക്ക് താമസിക്കാൻ താഴെ മറ്റൊരു വലിയ ഭാഗം. റോഡുകളാണെങ്കിൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ പരസ്പരം മുറിച്ചു കടക്കുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? അവരുടെ ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഓരോ വീട്ടിൽ നിന്നും നേരെ തെരുവിലെ മൂടിയ ഓടയിലേക്ക് കണക്ഷൻ. അവിശ്വസനീയം. അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയണോ? കേട്ടോളൂ. മോഹൻജദാരോ എന്ന ഒരൊറ്റ നഗരത്തിൽ നിന്നും മാത്രം പുരാവസ്തു ഗവേഷകർക്ക് കിട്ടിയത് ഏകദേശം 700 കിണറുകളാണ്. 700! ഓരോ വീട്ടിലും ശുദ്ധജലം എത്തിക്കാനുള്ള അവരുടെ ആസൂത്രണമൊന്ന് ഓർത്തുനോക്കൂ. ഇനി നമുക്ക് മൊഹൻജദാരോയുടെ ഹൃദയത്തിലേക്ക് പോകാം. അവിടുത്തെ ആ വലിയ കുളിപ്പുര. ജിപ്സമൊക്കെ ഉപയോഗിച്ച് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വെറുതെ കുളിക്കാനുള്ള ഒരിടമായിരുന്നില്ല. മിക്കവാറും എന്തെങ്കിലും പ്രത്യേകതരം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് കരുതുന്നത്. അവരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഓക്കെ, അപ്പോ ഹാരപ്പൻ നഗരങ്ങൾ അപ്രത്യക്ഷമായി. പിന്നെ എന്ത് സംഭവിച്ചു? അതാണ് നമ്മൾ അടുത്ത ഭാഗത്ത് കാണുന്നത്. ഭാഗം 2, സാമ്രാജ്യങ്ങളും പുതിയ ആശയങ്ങളും. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഗംഗാസമതലങ്ങളിൽ പുതിയ ശക്തികളും തത്വചിന്തകളുമൊക്കെ ഉയർന്നുവന്നു. ഇതൊരു തരം രണ്ടാം നഗരവൽക്കരണത്തിന്റെ തുടക്കമായിരുന്നു. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഏകദേശം 1900 BCEയിൽ ഹരപ്പൻ സംസ്കാരം ഇല്ലാതായി. അതിനുശേഷം ഒരു നീണ്ട നിശബ്ദമായ കാലഘട്ടം. പിന്നെ ഏകദേശം 600 BCE ആയപ്പോഴേക്കും ഗംഗാതീരത്ത് മഹാജനപദങ്ങൾ എന്ന പേരിൽ 16 ശക്തമായ രാജ്യങ്ങൾ ഉയർന്നുവന്നു. അവസാനം 321 BCEയിൽ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന അതിശക്തനായ ഭരണാധികാരി ഇവയിൽ പലതിനെയും ഒരുമിപ്പിച്ച് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. അപ്പോ ഈ 16 രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് മഗധ മാത്രം ഒരു സൂപ്പർ പവറായി വളർന്നത്? അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത്, നല്ല ഫലഭൂയിഷ്ഠമായ കൃഷിഭൂമി. പിന്നെ ആയുധങ്ങളുണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പുഖനികൾ. അതുപോലെ സൈന്യത്തിലുപയോഗിക്കാൻ കാട്ടാനകൾ. അതോടൊപ്പം കച്ചവടത്തിനും യാത്രയ്ക്കും നദികളും. ഈ ഘടകങ്ങളെല്ലാം ചേർന്നപ്പോ മഗധയ്ക്ക് മറ്റുള്ളവരെക്കാൾ വലിയൊരു മുൻതൂക്കം കിട്ടി. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അശോകനെ ഒഴിവാക്കാൻ പറ്റില്ല. കലിംഗ യുദ്ധത്തിലെ ഭീകരമായ കാഴ്ചകൾ കണ്ട ശേഷം ആ മനുഷ്യൻ ആകെ മാറിപ്പോയി. അദ്ദേഹം യുദ്ധം തന്നെ ഉപേക്ഷിച്ചു. പകരം ധമ്മം എന്നൊരു പുതിയ പാത തിരഞ്ഞെടുത്തു. സമാധാനത്തിന്റെയും ധാർമ്മികതയുടെയും പാത. വാളുകൊണ്ട് ലോകം കീഴടക്കിയ ഒരാൾ സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കാൻ ശ്രമിക്കുക. അത് ചരിത്രത്തിലെ തന്നെ ഒരു അപൂർവ സംഭവമായിരുന്നു. എന്തായിരുന്നു ഈ അശോകന്റെ ധമ്മം? അതിന്റെ കാതൽ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ശിലാശാസനങ്ങളിൽ നിന്നുള്ള ഈ ഒരൊറ്റ വാചകം മതി നമുക്കത് മനസ്സിലാക്കാൻ. അടിമകളോടും പരിചാരകന്മാരോടും ദയോടെ പെരുമാവുക. ഇതൊരു വെറും നിയമമായിരുന്നില്ല. അധികാരത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു ചക്രവർത്തി സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവരോട് കരുണ കാണിക്കാൻ പറയുകയാണ്. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ചക്രവർത്തിമാരെയും സാമ്രാജ്യങ്ങളെയും പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വരാം. ഭാഗം 3, പുരാതന സാമൂഹിക ജീവിതം. അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളും പിന്നെ അതിന്റെ യാഥാർത്ഥ്യങ്ങളും എന്തൊക്കെയായിരുന്നു? പുരാതന ഗ്രന്ഥങ്ങൾ നോക്കിയാൽ സമൂഹം 4 വർണ്ണങ്ങളായി വിഭജിച്ചിരുന്നതായി കാണാം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ,
പിന്നെ ശൂദ്രർ. ഓരോ വിഭാഗത്തിനും ഓരോ ജോലിയും നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് പുസ്തകങ്ങളിലെ ഒരു നിയമമായിരുന്നു. യഥാർത്ഥ ജീവിതം പലപ്പോഴും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഈ നിയമവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസത്തിന് ഒരു നല്ല ഉദാഹരണമുണ്ട്. ധർമ്മസൂത്രങ്ങൾ പോലുള്ള നിയമഗ്രന്ഥങ്ങളിൽ പറയുന്നത് സ്ത്രീകൾക്ക് സ്വത്തിന് അവകാശമില്ല എന്നാണ്. എന്നാൽ ചരിത്രത്തിൽ നമുക്ക് വേറെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ മകളായ പ്രഭാവതി ഗുപ്ത രാജ്ഞിക്ക് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നു. അവരത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. അപ്പോ കണ്ടില്ലേ, നിയമപുസ്തകങ്ങളിൽ എഴുതിയത് മാത്രമല്ല ചരിത്രം. ശരി, അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഭാഗം 4: വിശ്വാസങ്ങളും നിർമ്മിതികളും. ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ മതങ്ങളും തത്വചിന്തകളുമൊക്കെ ഉയർന്നുവന്നു. അവ അവശേഷിപ്പിച്ച അതിശയകരമായ സ്മാരകങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ബുദ്ധമതത്തിന്റെ അടിസ്ഥാനം വളരെ ലളിതമായ 4 സത്യങ്ങളാണ്. 1. ഈ ലോകം ദുഃഖം നിറഞ്ഞതാണ്. 2. നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളാണ് ഈ ദുഃഖത്തിനെല്ലാം കാരണം. 3. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെയും ഇല്ലാതാക്കാം. 4. അതിനുള്ള വഴി മധ്യമമാർഗം പിന്തുടരലാണ്. എത്ര ലളിതമാണ് അല്ലേ? എന്നാൽ എത്ര ആഴമുള്ള ചിന്തകളാണിവ! ബുദ്ധമതത്തെക്കുറിച്ച് പറയുമ്പോൾ സ്തൂപങ്ങളെപ്പറ്റി പറയാതെ പറ്റില്ല. എന്താണ് ഈ സ്തൂപം? തുടക്കത്തിൽ ബുദ്ധന്റെയോ അദ്ദേഹത്തിന്റെ അനുയായികളുടെയോ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത ഒരു സാധാരണ മൺകൂന മാത്രമായിരുന്നു അത്. പക്ഷെ കാലക്രമേണ ആ ലളിതമായ മൺകൂനകൾ ബുദ്ധമത വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകങ്ങളായി, സങ്കീർണമായ കലാരൂപങ്ങളായി മാറി. സാഞ്ചിയിലെ സ്തൂപം സംരക്ഷണത്തിന്റെ ഒരു വിജയഗാഥയാണ്. ഒരു കാലത്ത് യൂറോപ്യന്മാർക്ക് അതിന്റെ മനോഹരമായ കവാടങ്ങളിൽ ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഭോപ്പാൽ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അതിന് സമ്മതിച്ചില്ല. അവർ അതിനെ അവിടെ തന്നെ സംരക്ഷിച്ചു. അവരുടെ ആ ദീർഘവീക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ആ അത്ഭുതം കാണാൻ കഴിയുന്നത്. എന്നാൽ എല്ലാ സ്തൂപങ്ങളുടെയും കഥ ഇതല്ല. അമരാവതിയിലെ സ്തൂപത്തിന്റെ കഥ ഒരു വലിയ നഷ്ടത്തിന്റെ കഥയാണ്. ഒരു കാലത്ത് സാഞ്ചേക്കാളും വലുതായിരുന്നു ഈ സ്തൂപം. പക്ഷേ അതിന്റെ വില മനസ്സിലാക്കാത്തവർ അതിലെ ശില്പങ്ങൾ ഓരോന്നായി ഇളക്കിക്കൊണ്ടുപോയി. ഇന്നവിടെ ഒരു ചെറിയ മൺകൂന മാത്രമേ ബാക്കിയുള്ളൂ. ഒരേ ചരിത്രത്തിന്റെ 2 മുഖങ്ങളാണ് സാഞ്ചിയും അമരാവതിയും. ഒന്ന് സംരക്ഷണത്തിന്റെ, മറ്റൊന്ന് നാശത്തിന്റെ. ഓക്കെ, നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഭാഗം 5: ചരിത്രത്തിന്റെ പുനർനിർമ്മാണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ഭൂതകാലത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ കണ്ടെടുത്തത്? അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയും കാര്യങ്ങൾ, ഈ നഗരങ്ങളെപ്പറ്റി, സാമ്രാജ്യങ്ങളെപ്പറ്റി, ഇതെല്ലാം നമ്മൾ എങ്ങനെ അറിഞ്ഞു? ഇവിടെയാണ് ചരിത്രകാരന്മാരുടെയും പുരാവസ്തു ഗവേഷകരുടെയും കഠിനാധ്വാനത്തിന്റെ കഥ വരുന്നത്. ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷം വന്നത് 1838-ലാണ്. ജെയിംസ് പ്രിൻസെപ്പ് എന്നൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വർഷങ്ങളായി ആരും വായിച്ചെടുക്കാതിരുന്ന ബ്രാഹ്മി ലിപി വായിച്ചെടുത്തു. അതൊരു മാന്ത്രിക താക്കോല് കിട്ടിയതുപോലെയായിരുന്നു. അതോടെ അശോകന്റെ കൽപ്പനകൾ നമുക്ക് മനസ്സിലായി. ഇന്ത്യയുടെ ചരിത്രത്തിലെ മറന്നുപോയിരുന്ന ഒരു സുവർണ അധ്യായം നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞുവന്നു. പക്ഷേ ചരിത്രം പുനർനിർമ്മിക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. കിട്ടുന്ന തെളിവുകൾക്ക് അതിന്റേതായ പരിമിതികളുണ്ട്. ചിലപ്പോൾ ലിഖിതങ്ങളിലെ വാക്കുകളുടെ ശരിയായ അർത്ഥം നമുക്കറിയില്ല. പലതും കേടുപാടുകൾ സംഭവിച്ചവയായിരിക്കും. പിന്നെ ഈ ലിഖിതങ്ങളൊന്നും സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ചരിത്രമെന്നത് ഉറപ്പിച്ചു പറയാവുന്ന വസ്തുതകൾ മാത്രമല്ല, വ്യാഖ്യാനങ്ങളുടെയും തുടർച്ചയായ കണ്ടെത്തലുകളുടെയും ഒരു കഥ കൂടിയാണ്. അപ്പോൾ ഈ യാത്രയുടെ അവസാനം നിങ്ങൾക്കായി ഒരു ചോദ്യം. പുരാതന ഇന്ത്യയുടെ ഈ മഹത്തായ പൈതൃകങ്ങളിൽ അവരുടെ നഗരാസൂത്രണമോ, വലിയ സാമ്രാജ്യങ്ങളോ, ആഴത്തിലുള്ള തത്വചിന്തകളോ, അതോ അന്നത്തെ സാമൂഹിക ഘടനകളോ, ഇവയിൽ ഏതാണ് ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.